ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അത് നാളെ കാണാനുള്ള എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കുടുംബശ്രീ ഷാസ് ലൈസിന് ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ജയശങ്കർ പോലീസിനെയും കൂട്ടിക്കൊണ്ടുള്ള എൻട്രി ആയിരുന്നല്ലോ. അപ്പം ജയശങ്കർ എൻട്രിക്കകത്ത് ഈ മത്സരി കയറി ഇടപെടുവാണ്. ആ ഫോട്ടോ സത്യഭാമയോ വിഷ്ണു ആരെയും കാണിക്കുന്നതിന് മുന്നേ തന്നെ ആ ഫോട്ടോ മേടിച്ചിട്ട് മത്സരി നേരെ ജയശങ്കറിനെയും പോലീസിനെയും മുന്നേ വെച്ച് പറയുക, ഇപ്പം ഈ ഫോട്ടോയിൽ കണ്ട പെണ്ണിനെ ഞാൻ ചാരുമൂട് പോകാനായിട്ടുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഇറക്കി വിട്ടതേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ അങ്ങോട്ടേക്ക് പോയതാണ് ഞാൻ കണ്ടതെന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരുടെ ശ്രദ്ധയും ചാരുമൂടിലേക്ക് കാർത്തിക് അന്വേഷിക്കാനായി പോയി. അപ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് എന്നാൽ ഈ ഫോട്ടോ കണ്ടേവല്ലോ, എന്നാൽ ആ ഫോട്ടോ എന്നൊന്ന് കാണിച്ചത്, നിങ്ങൾ ആരെ തേടിയാൽ വന്നതെന്ന് എനിക്കൊന്ന് കാണുമല്ലോ. അപ്പോൾ സത്യഭാമ പറയുമ്പോഴത്തേക്കും ഈ ജയശങ്കറിൻ്റെ കയ്യിൽ നിന്ന് പോലീസ് എന്താണ് ആ ഫോൺ മേടിച്ച് സത്യഭാമയുടെ കൈ കൊടുക്കുക, ഫോട്ടോ കാണാം. പക്ഷേ സത്യഭാമ ആ ഫോട്ടോ നോക്കുന്നതിന് മുന്നേ ജയശങ്കർ ആ ഫോൺ എന്താണ് തിരിച്ചങ്ങ് മേടിക്കുകയാണ്. എന്നിട്ട് പറയുക, എനിക്കിപ്പോൾ ചാരുമൂട് പോയേ പറ്റത്തുള്ളൂ, കാരണം സമയം കളയാനില്ല എന്ന് പറഞ്ഞ് ജയശങ്കർ പോലീസിനെ വിളിച്ചിട്ട്, ബാ സാറേ നമുക്ക് ചാരുമൂട് പോകുന്നതിന് നേരെ ഇറങ്ങിപ്പോകും. പക്ഷേ എന്നിട്ട് സത്യഭാമയ്ക്ക് തൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വിശേഷം നടക്കുന്ന ദിവസമായിട്ടും പോലീസ് ഒന്ന് ഒരുത്തി അന്വേഷിച്ച് വന്നതല്ലേ, വന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സത്യഭാമയ്ക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. സത്യഭാമ എന്താണ് മസ്രിയിട്ട് കുടഞ്ഞ് ചോദ്യം ചെയ്യുക, അവൾ ആരായിരുന്നടി, ആ ഫോട്ടോ കണ്ടവൾ ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ട് കാർത്തിക പേടിച്ച് തന്നെ സ്റ്റേറിൽ നിൽക്കുവാണ്. കാർത്തിക താഴേക്ക് ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല, സ്റ്റേറിൽ തന്നെ ഈ വർത്താനങ്ങളെല്ലാം കേട്ടങ്ങ് നിൽക്കുവാണ്, കാരണം ജയശങ്കറിൻ്റെ മുന്നിൽ ചെന്ന് പെടാൻ പാടല്ലോ. അപ്പോഴത്തേക്ക് മസ്രി പറയാം, എനിക്കറിയത്തില്ല സത്യാമ്മ, അവൾ ആരാ ഞാൻ ഇന്നുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുത്തിയെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാഘവൻ പറയും, ബാവേ അതൊക്കെ കളഞ്ഞിട്ട് നീ കാര്യം നോക്ക്, വെറുതെ സമയം കളയാൻ നല്ല ദിവസമായിട്ട് കുറേ എണ്ണ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളി വന്നോളും എന്ന് പറയുമ്പോഴത്തേക്കും കാർത്തികയെ എന്താണ് ആശ്വാസമാകുവാണ്. കാരണം എന്താണ് രാഘവേട്ടൻ അത് തടഞ്ഞു നിർത്തിയല്ലോ. അപ്പോഴത്തേക്കും മധുശ്രീ ചിന്തിക്കുക, എന്തായാലും കിളവനെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുന്നിട്ട് എന്താണ് നേരെ ഇതൊക്കെ ചിന്തിച്ചിട്ട് അങ്ങ് മേളിലേക്ക് കയറി ചെന്ന് കാർത്തിക് എടുത്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പോയിരിക്കുക. അതായത് ആ ഒരു ടാബ്ലറ്റ് കൊണ്ടുവന്നില്ല, കെമിക്കൽ ടാബ്ലറ്റ്, അത് കാർത്തികയുടെ കയ്യിലേക്ക് ഞാൻ കൊടുത്തിട്ട് പറയാം, ദാ നീ എന്നാൽ പണി തുടങ്ങുക, അവനും ആ വന്നവരെല്ലാം ഇനി നിന്നെ ചാരുമൂടാക്കി അന്വേഷിക്കുന്നത്, അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്, തൽക്കാലം അവനെ കൊണ്ട് നിനക്ക് ശല്യമില്ല എന്ന് പറഞ്ഞാൽ പെർമനൻ്റ്ലി നിനക്ക് ആ ശല്യം ഇല്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. നീ ഞാൻ പറയുന്ന പണിയൊക്കെ ചെയ്താൽ നിനക്കിവിടെ സുഖമായി ജീവിക്കാം, ഹർഷൻ വരുമ്പോൾ ഹർഷൻ്റെ കൂടെ തിരിച്ചു പോയി ജീവിക്കുകയും ചെയ്യാം, അല്ല മറിച്ച് എന്നെ ചതിക്കാനാണ് പണിയെങ്കിൽ ഇതാ ഇപ്പം ദൈവമായി തന്നെ നിനക്കൊരു പണി ഇറക്കിയില്ലേ, അതുപോലെ പലതും വന്നു നിൽക്കും, അതിൽ ഇതുപോലെ മസ്രി നിന്നെ രക്ഷിക്കുന്നതിന് പകരം തിരിച്ച് അവൻ്റെ മുന്നിൽ തന്നെ കൊണ്ടിട്ട് കൊടുക്കും. പിന്നെ ഹർഷൻ നിന്നെ കൊല്ലുന്നതിനേക്കാൾ ആദ്യം നിന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കുന്ന വ്യക്തി ചിലപ്പം കൊന്നത് തന്നെ ഇരിക്കും സത്യഭാമ. അവരുടെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും മസ്രി പേടിപ്പിച്ചിട്ട് ആ ടാബ്ലറ്റ് കൊടുത്തിട്ട്, എന്നാൽ നീ ഇവിടെ നോക്കി നിൽക്കാതെ പറഞ്ഞ പണി പോയി അങ്ങ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് കാർത്തികെ പിടിച്ച് ആ ടാബ്ലറ്റ് മേടിച്ചിട്ട് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന അവസ്ഥയ്ക്ക് അത് കാർത്തിക് എന്താണ് അതും കൊണ്ടുപോകണം. ശാലിനിയെ കൊല്ലാൻ തന്നെയാണ് രണ്ടെണ്ണത്തിൻ്റെയും പ്ലാൻ. കേക്കിൽ ഇത് വിഷമായി വെച്ച് ശാലിനി തന്നെ ഇത് കഴിച്ച് ശാലിനി തന്നെ അടിച്ചു പോകണം. ഇത് കാത്തിരുന്ന് കാണാനായി അവിടെ കാത്തിരിക്കുവാണ് ഈ മധുശ്രീ എന്ന് പറയുന്നവൾ. അപ്പം താഴെ ഇതൊന്നും ആരും അറിയുന്നില്ല. അപ്പോൾ രാഘവൻ ചോദിക്കുക, ഈ ഡ്രസ്സ് മാറാൻ പോയി കുട്ടികൾ എന്താ ഇത്രയും നേരമായിട്ട് അവരാരും കാണുന്നില്ലോ. അപ്പോഴത്തേക്കാണ് ശാലിനി എന്താണ് മേളിൽ നിന്ന് പിള്ളേർ ഡ്രസ്സ് ചെയ്യിപ്പിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും പൊരി പറയും, ദാ ഇവിടെ ഉണ്ട് സാറേ എല്ലാവരും വരുമെന്ന് പറയുമ്പോഴത്തേക്കും അടിപൊളി നല്ല സുന്ദരി കുട്ടികളായിട്ടാണ് രണ്ടുപേരും വരുന്നത്. നമ്മുടെ സത്യമോളാണെങ്കിൽ ഒരു നല്ലൊരു മെറൂൺ ഫ്രോക്കാണ്, നല്ലൊരു ഫ്രോക്കാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പപ്പി മോളാണെങ്കിൽ നല്ല എത്നിക്കായിട്ടുള്ള രീതിക്ക് അത് ട്രഡീഷണൽ വിയറിനകത്തുള്ള ഒരു ലെഹങ്ക പോലെ ഇരിക്കുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിട്ട് വരുവാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ രോഹിത് സത്യഭാമയ്ക്കിട്ട് ഒരു കുത്ത് വെച്ച് കൊടുക്കുവാണ്. കണ്ടില്ലേ സത്യാമ്മ, എന്ത് കൃത്യമായിട്ടാണ് സൈസൊക്കെ വളരെ ശരി എന്ന്, അതായത് പപ്പിമോളുടെ ഡ്രസ്സ് എന്ത് കൃത്യമായിട്ടാണ് ശാലിനി എടുത്തിരിക്കുന്നത്. ഈ രോഹിത് സത്യാമ്മ കുത്തുമ്പോഴത്തേക്കും അങ്ങനെയാ ശാലിനിക്ക് അറിയാത്തതുണ്ടോയെന്ന് പറഞ്ഞിട്ട് രാഘവേട്ടനും കൂടെ ശാലിനി അങ്ങ് സ്തുതി പാടുമ്പോഴത്തേക്കും എല്ലാവരും എന്താണ് ശാലിനി അങ്ങ് പുകഴ്ത്തി സംസാരിക്കരുത്. അത് കേട്ട് ചൊറിഞ്ഞ് നിൽക്കുന്ന സത്യഭാമ എന്താണ് ശാലിനിയുടെ മുഖം അപ്പോഴും ശാലിനി നോക്കുന്നത് മേളിൽ നിൽക്കുന്ന കാർത്തികേയനാണ് നോക്കുന്നത്. ആ സ്റ്റെപ്പിനകത്ത് കാണുന്ന കാർത്തികയെ നോക്കും. അപ്പം കാർത്തികയെ നോക്കുന്നത് വിഷ്ണു കാണുന്നുണ്ട്. ശാലിനി കാർത്തികയെ നോക്കുന്നു, കാർത്തികയെ ശാലിനി നോക്കുന്നു. അപ്പം രണ്ടുപേരും പരസ്പരം നോക്കുന്നതൊക്കെ വിഷ്ണു നോക്കിക്കൊണ്ടിരിക്കുവാണ്. സത്യഭാമ ആണെങ്കിൽ ശാലിനി എന്താണ് ഈ കാർത്തികയെ നോക്കുന്ന കാണുന്നുണ്ട്. അപ്പം കാർത്തികയെ നോക്കുന്ന ശാലിനിയുടെ മുഖത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത് ശാലിനിക്ക് ഒരു നേരിയ സങ്കടമുണ്ട്, ഒരു നൊമ്പരമുണ്ട്. ആ നൊമ്പരം നിറഞ്ഞ നോട്ടം കണ്ട് സത്യഭാമയ്ക്ക് അങ്ങ് ഭയങ്കര ആനന്ദമാണ്. അപ്പോഴേ സത്യഭാമ എന്താണ് ശാലിനിയുടെ വിഷമം കുറച്ചും കൂടെ കൂട്ടാനായിട്ട്, നീ ഇവിടുത്തെ ആരുമല്ലടി, ഇവരൊക്കെ നിന്നെ എത്രയൊക്കെ ഇവിടെ സ്തുതി പാടിയാലും ഞാൻ നിന്നെ ഒരിക്കലും സ്തുതി പാടത്തില്ല എന്ന് കാണിച്ചു കൊടുക്കാനായി കാർത്തികെ, മോളെ അവിടെ തന്നെ എന്താ നിന്ന്, മോളിങ്ങ് താഴേക്ക് ഇറങ്ങി വാ എന്ന് കാർത്തികൻ എന്താണ് മോളെ പൊന്നാരോ എന്നൊക്കെ വന്നിട്ട് താഴേക്ക് അങ്ങ് വിളിച്ചിറക്കുവാണ്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ശാലിനിക്ക് ഭയങ്കര സങ്കടമാണ്. അതിനൊപ്പം തന്നെ വിഷ്ണു നോക്കുമ്പോഴത്തേക്കും ശാലിനി എന്താണ് കാർത്തികയെ നോക്കുന്നു, കാർത്തിക ശാലിനി നോക്കുന്നു. അടുത്തതാണ് ശാലിനി വീണ്ടും നോക്കുമ്പോഴത്തേക്കും അവിടെ മധുശ്രീ നിൽക്കുന്നത്. ഇവളിവിടെ ഉണ്ടായിരുന്നു, ഇവളും അവളും കൂടെ അത്രയും നേരം എന്തുവായിരുന്നാണ് അവിടെ ഗൂഢാലോചന നടത്തിയെന്ന് കാർത്തികയെക്കുറിച്ചും മധുശ്രീയെക്കുറിച്ചും ശാലിനി മനസ്സിൽ ചിന്തിക്കുക. അപ്പം തന്നെ മധുശ്രീ മനസ്സിൽ ചിന്തിക്കുക, ശാലിനി നീ ഇതൊക്കെ ചിന്തിക്കുന്നതുകൊണ്ടേ ഒരു പ്രയോജനമില്ല. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾ എന്തൊക്കെയാണ് ഗൂഢാലോചന നടത്തിയതോ അതൊക്കെ നിനക്കെതിരെ തന്നെയാണ്. പക്ഷേ അതൊന്നും കണ്ടുപിടിക്കാനോ അതൊന്നും കാണാനും നീ കുറച്ച് നേരം കഴിയുമ്പോൾ ജീവനോടെ കാണത്തില്ല, നീ ഇവിടെ ചത്ത് മലച്ച് കിടക്കും. അത് കണ്ട് തന്നെ എനിക്ക് ആനന്ദിക്കണം. കൊന്നത് കാർത്തിക, കഴിച്ചത് നീ.
കഴിച്ചിട്ട് അടിച്ചു പോകാൻ നിൽക്കുന്നത് നീ. അതിൻ്റെ ഇടയ്ക്ക് അത് പാവം മധുശ്രീയ ഞാനെന്ത് ചെയ്ത്? ഇതിനകത്ത് ഒരു കുറ്റത്തിന് ഞാനില്ല. നീയായി കാർത്തികായി. ഇത് കണ്ട് രസിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ശാലിനി എത്രയൊക്കെ ചിന്തിച്ചാലും എന്താണ് ഞങ്ങളുടെ ഗൂഢാലോചന നിനക്ക് ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മധുശ്രീ മറിച്ച് ചിന്തിക്കുക. അപ്പം മധുശ്രീനെ ശാലിനി നോക്കുന്ന വിഷ്ണുവാണ്. അപ്പോഴത്തേക്കും വിഷ്ണുവിന് എന്താണ് ഒരു ഇതാണ്. കാരണം ആദ്യം ഒന്നാമത് കാർത്തിക, രണ്ടാമത് മധുശ്രീ, രണ്ടുപേരും കൂടെ ശാലിനി എന്താണ് പരസ്പരം നോക്കുന്നത് കൂടെ ആകുമ്പോൾ ശാലിൻ്റെ മനസ്സിന് കൂടുതൽ വിഷമമല്ലേ എന്ന് വിഷ്ണുവിന് അതൊരു സങ്കടമാണ്. അപ്പോഴത്തേക്ക് എന്താണ് ഇവർ വരാനുള്ള സമയത്തിലേക്ക് താഴേക്ക് പിള്ളേർ വരാനായിട്ട് അത്ര ഒരു ഗ്യാപ്പ് ആവുന്നില്ല. അപ്പോൾ ആ ഗ്യാപ്പിനകത്ത് വെച്ചിട്ട് രാഘവേട്ടൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഇവർ വരാൻ സമയമാവുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കുട്ടികളെല്ലാവരെയും അനുഗ്രഹം മേടിക്കുകയാണ് സമയം കളയത്. അപ്പം ആദ്യം തന്നെ കാലിൽ വീഴുന്ന സത്യഭാമയുടെ കാലിലേക്കാണ് വീഴുന്നത്. അപ്പോൾ അതെങ്കിൽ വാ സത്യം തന്നെ സത്യയും പാപ്പിമോളും ഒരുമിച്ച് തന്നെ സത്യഭാമയുടെ കാലിലേക്ക് അനുഗ്രഹം മേടിക്കാൻ വീഴുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് രാഘവേട്ടൻ സത്യഭാമയുടെ ആ റിയാക്ഷൻ കണ്ടത്, അതായത് അനുഗ്രഹം കൊടുക്കാൻ മനസ്സില്ല നിൽക്കുന്ന ഭാമയുടെ ആ ഒരു നിൽപ്പ് കണ്ടിട്ട് രാഘവേട്ടൻ പറയുന്നുണ്ട്, ഭാമേ കുട്ടികൾ ദൈവത്തിൻ്റെ മറ്റ് പ്രതിരൂപമാണ്. അവ നിൻ്റെ കാൽക്കൽ വീണാൽ അതിന് അനുഗ്രഹം കൊടുത്ത് എണീപ്പിച്ചില്ലെങ്കിൽ പിന്നെ സർവനാശം തന്നെയായിരിക്കും ഫലം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന എന്താണ് വന്നിരിക്കുന്ന ഗസ്റ്റിനകത്തുള്ള സ്ത്രീ ചോദിക്കുകയാണ്, അതെന്താ രാഘവേട്ട അങ്ങനെ പറഞ്ഞത്? സത്യഭാമ അങ്ങനെ സ്വന്തം കൊച്ചുമക്കൾക്ക് അനുഗ്രഹം കൊടുക്കാതിരിക്കുമോ എന്ന് പറയുമ്പോഴത്തേക്കും മധുശ്രീ എന്താണ് അവിടെ മുറ്റത്ത് വിളിച്ചു പറയാണ്, സത്യാമ്മ എന്തായാലും സ്വന്തം കൊച്ചുമൊക്കെ അനുഗ്രഹം കൊടുക്കാതൊന്നും ഇരിക്കത്തില്ല. പക്ഷേ മറ്റൊരു കുട്ടിയുണ്ടല്ലോ അവൾ ആരാ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിഷ്ണു പറയും, എടി മതിയടി എന്ന് പറഞ്ഞിട്ട് നേരെ മധുശ്രീക്ക് നേരെ വിഷ്ണു എന്താണ് അങ്ങ് പറയുമ്പോഴത്തേക്ക് മധുശ്രീ അങ്ങ് അടങ്ങുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് ഈ സത്യം പറയാ, ഡാ മധുശ്രീ ഇന്നത്തെ ദിവസം നമ്മുടെ ഗസ്റ്റാണ്, ഓ ഞാൻ അനുസരിച്ച് എന്ന് വന്നിട്ട് മധുശ്രീനെ എന്താണ് ഒരു കളിയാക്കിക്കൊണ്ട് അമ്മ പറഞ്ഞതിന് ഒരു കളിയാക്കിയ പോലെ ഓ എന്ന് വന്നിട്ട് വിഷ്ണു അവിടെ ഇരിക്കുവാണ്. എന്ത് പറഞ്ഞാലും അമ്മയ്ക്കുണ്ടല്ലോ കുറേ ന്യായം എന്ന രീതി വിഷ്ണു അവിടെ ഇരിക്കുക. അപ്പോൾ ലാസ്റ്റ് വീണ്ടും എന്താണ് സത്യഭാമ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കാൻ അത്ര വലിയ മനസ്സുകൊണ്ട് എന്താണ് തയ്യാറല്ല എന്നിരുന്നിട്ട് ലാസ്റ്റ് എന്താണ് അവസാനം ആൾക്കാരുടെ മുന്നിൽ ഒരു സീൻ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് അനുഗ്രഹം കൊടുത്ത് സത്യാമ്മ എന്താണ് അവരെ എണീപ്പിക്കണം. അപ്പം ഇത് കണ്ടിട്ട് നമ്മുടെ ശാലിനിക്ക് ഭയങ്കര ഹാപ്പിയായിട്ട് നിൽക്കുവാണ്. കാരണം അറിയാതെ അതിൻ്റെ അച്ഛനമ്മയെല്ലാം അനുഗ്രഹിക്കുന്നത്. അടുത്ത നേരെ രാഘവേട്ടൻ്റെ കാലി വീഴുമ്പോഴത്തേക്കും രാഘവേട്ടൻ എന്താണ് ആഗ്രഹിച്ചിട്ട് പറയുന്നുണ്ട്, എന്നും ഈ ഒരു സുഹൃത്ത് ബന്ധവും ഇതുപോലെ തന്നെ ഒത്തൊരുമയൊക്കെ ഒരുപോലെ തന്നെ ജീവിതകാലം മൊത്തം ഇതുപോലെ തന്നെ കാണണമെന്നൊക്കെ പറഞ്ഞ് രാഘവേട്ടൻ അനുഗ്രഹം കൊടുക്കും. അത് കണ്ട് ശാലിനിക്ക് ഭയങ്കര സന്തോഷം. അടുത്ത നേരെ വന്ന് കുഞ്ഞുങ്ങൾ വരുന്ന ശാലിനിയുടെ കാല്. അപ്പോൾ ശാലിനിയുടെ കാലിൽ വീണിട്ട് എണീക്കുമ്പം ശാലിനി എന്താണ് ഭയങ്കര സങ്കടം കൊണ്ട് കണ്ണങ്ങ് നിറയും. അപ്പം വിഷ്ണു ശാലിനി നോക്കി നിൽക്കുന്നുണ്ട്. അതായത് ഒരു മാതൃവാത്സല്യം ശാലിനിയുടെ ആ മനസ്സിനകത്തുള്ള ആ മാതൃവാത്സല്യം വിഷ്ണു നോക്കുവാണ്. അതുപോലെ സത്യഭാമയും അതുപോലെ ശാലിനി നോക്കുന്നുണ്ട്. ഇവർക്ക് ഇത്രമാത്രം സ്നേഹമൊക്കെ ഉണ്ടോ എന്ന രീതിയിൽ ശാലിനി തന്നെ സത്യഭാമ നോക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ ശാലിനി ഉമ്മ കൊടുക്കുന്നത് നമ്മുടെ പപ്പി മോക്ക, അതിനുശേഷമാണ് സത്യമോക്ക കൊടുക്കുന്നത്. അങ്ങനെ രണ്ടുപേരെയും തലയിൽ കൈ വെച്ച് അനുഗ്രഹിച്ചിട്ട് ഇത് എന്തുമാത്രം ഞാൻ ആഗ്രഹിച്ച നിമിഷമെന്നറിയോ മക്കളെ എന്നിട്ട് മനസ്സിൽ ചിന്തിക്കും. പിന്നെ അടുത്ത നേരെ ശ്യാമയുടെ കാലിലേക്ക്. അപ്പോൾ ശ്യാമ എന്താണ് ആദ്യം തന്നെ എണീക്കുമ്പോഴത്തേക്കും ആദ്യം സത്യമോക്ക ഉമ്മ കൊടുത്ത് പിന്നെ അതിനുശേഷം എന്താണ് നമ്മളെ ശ്യാമ എന്താണ് ശ്യാമയുടെ സ്വന്തം മോളായിട്ട് വളർത്തുന്ന പപ്പി മോക്കും കൂടെ ഉമ്മ കൊടുത്ത് അങ്ങ് അനുഗ്രഹിക്കുക. പിന്നെ അടുത്ത രോഹിത്തിൻ്റെ കാലിനകത്ത്. അപ്പോൾ രോഹിത്തിൻ്റെ കാലിലൊക്കെ വീഴുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അടുത്താണ് ലാസ്റ്റ് വീഴുന്നത് വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കും ആദ്യം വിഷ്ണുവിൻ്റെ കാലിലൊന്നും വീഴുന്നില്ല. അപ്പോഴത്തേക്കും തന്നെ വിഷ്ണുവിൻ്റെ അടുത്ത് കുട്ടികൾ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ശാലിനിക്ക് കണ്ണൊക്കെ അങ്ങ് നിറയും. അപ്പോൾ ശാലിനിയും വിഷ്ണുവും കുട്ടികളും നിൽക്കുന്നതിനകത്ത് പരസ്പരം വിഷ്ണു ശാലിനി പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണോട് കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം വിഷ്ണുവിൻ്റെ കണ്ണിനകത്ത് ആ ഒരു തിളക്കം, അതുപോലെ തന്നെ ശാലിനിക്ക് എന്താണ് ആ ഇത്രയും നാൾ താൻ കാണാൻ ആഗ്രഹിച്ച നിമിഷം അത് കൺമുന്നിൽ നിൽക്കുമല്ലോ. അപ്പം ശാലിനി ചിന്തിക്കുക, വിഷ്ണുവേട്ടൻ്റെ രണ്ട് മക്കളാണ് വിഷ്ണുവേട്ടൻ്റെ അടുത്ത് നിൽക്കുന്നത്. ഇന്നത്തെ ദിവസം ആറ് ആശീർവാദത്തിനേക്കാളും ഏറ്റവും പ്രധാനം വിഷ്ണുവേട്ടൻ്റെ അനുഗ്രഹം തന്നെ അവർക്ക് രണ്ടുപേർക്ക് ഇന്ന് ഏറ്റവും പ്രധാനം. പക്ഷേ വിഷ്ണുവേട്ടൻ്റെ മുന്നിൽ നിൽക്കുന്ന രണ്ടും എൻ്റെ സ്വന്തം മക്കളാണെന്ന് വിഷ്ണുവേട്ടനോട് പറയാൻ എനിക്ക് പറ്റാത്ത അവസ്ഥയാണല്ലോ വിഷ്ണുവേട്ടാന്ന് ശാലിനിക്ക് അതൊരു സങ്കടമുണ്ട്. അപ്പോഴത്തേക്കും ആദ്യം തന്നെ വിഷ്ണു എന്താണ് പോക്കറ്റിൽ നിന്ന് ഒരു സ്വർണ്ണത്തിൻ്റെ എന്താണ് ഒരു ബോക്സ് എടുത്തിട്ട് നേരെ ജ്വല്ലറി ബോക്സ് എടുത്തിട്ട് അതിനകത്ത് ആദ്യം ഒരു മാല എടുത്ത് നമ്മുടെ പപ്പിമോളുടെ കഴുത്തിട്ടു. അപ്പം നമ്മുടെ സത്യഭാമയ്ക്കും ബാക്കി എല്ലാവർക്കും ഭയങ്കര ഹാപ്പി. ഇത് വിഷ്ണു അച്ഛൻ്റെ വക എന്ന് പറയുമ്പോഴത്തേക്കും പപ്പിമോൾ എന്താണ് ഉമ്മ കൊടുക്കുക, തിരിച്ച് വിഷ്ണു ഉമ്മ കൊടുത്ത് എന്താണ് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ സത്യമോളും ആദ്യം തന്നെ സത്യമോളും പപ്പിമോളും ഒരുമിച്ച് തന്നെ വിഷ്ണുവിന് അങ്ങ് ഉമ്മ കൊടുക്കുമ്പോൾ തന്നെ ശാലിനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അത് പക്ഷേ സത്യഭാമയ്ക്ക് അത്ര സുഖിക്കുന്നില്ല. കാരണം ഇവരെന്തിനാ എൻ്റെ മോനോട് ഇത്രയും എന്താണ് ചേർന്ന് ഇടപഴകുന്നത് എന്ന രീതിക്ക് അത് സത്യഭാമയ്ക്ക് ഒരു കലി. ഈ പപ്പിമോക്ക് മാല ഇട്ട് കഴിഞ്ഞപ്പോൾ ശാലിനി എന്താണ് തല താഴ്ത്തി നിൽക്കുവാണ്. കാരണം അത്രേ കാണത്തുള്ളൂ എന്നാണ് എല്ലാവരും പ്രതീക്ഷ. കാരണം പപ്പിമോളോട് മാത്രമേ ആ ഒരു കരുതൽ കാണത്തുള്ളൂ എന്ന് വെച്ചെങ്കിൽ എല്ലാവർക്കും തെറ്റിപ്പോയി. വിഷ്ണു എന്താണ് വീണ്ടും പോക്കറ്റിൽ നിന്ന് അടുത്തൊരു ജ്വൽ ബോക്സ് എടുത്തിട്ട് അതിൽ നിന്ന് വീണ്ടും ഒരു മാല സെയിം പാറ്റേണിനകത്തുള്ള അതേപോലൊരു മാല തിരിച്ചെന്താണ് നേരെ എടുത്ത് സത്യമോളുടെ കഴുത്തിട്ട് കൊടുത്തിട്ട് വയ്ക്കുക. മോക്ക് ഇഷ്ടമായെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആ ഇഷ്ടമായി താങ്ക് യു തന്നിട്ട് വീണ്ടും എന്താണ് വിഷ്ണു ഉമ്മ കൊടുത്ത് കുഞ്ഞു എന്താണ് ഉമ്മ കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് രണ്ടുപേരെ കൊണ്ട് എനിക്ക് രണ്ടുപേരും കൂടെ ഉമ്മ താന്ന് പറയുമ്പോഴത്തേക്കും രണ്ടുപേരും ഒരുമിച്ച് ഉമ്മ കൊടുത്ത് ഭയങ്കര ഒരു അച്ഛൻ
മക്കളെന്ന സ്നേഹം ശാലിനിയുടെ കണ്ണങ്ങ് നിറയ്ക്കുവാണ്. ഇവർ പരസ്പരം എന്താണ് വിഷ്ണുവിന് ഉമ്മ കൊടുക്കുന്നതെങ്കിൽ വിഷ്ണുവിൻ്റെ കണ്ണ് മൊത്തം നോക്കുന്ന ശാലിനിയാണ്. തനിക്ക് സന്തോഷം ആയില്ലേടോ എന്ന മട്ടിൽ തന്നെ എന്താണ് വിഷ്ണുവിൻ്റെ കണ്ണ് മൊത്തം ശാലിനി എടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഈ വിഷ്ണു എന്താണ് സത്യമൊക്കെ മാല ഇടുന്നുള്ള കാര്യം സത്യഭാമ പ്രതീക്ഷിച്ചതേയില്ല. അങ്ങനെ ഒരു മാല എടുക്കുമ്പോൾ തന്നെ സത്യഭാമ ഞെട്ടിപ്പോവും. ഇവൻ്റെ മനസ്സ് ഇങ്ങനൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ശാലിനിയെ മറന്നല്ലേ, 6 മോളെന്ന് പോലും അറിയത്തില്ലെങ്കിൽ ഇവൻ ഇവളെ സ്വീകരിക്കാൻ തയ്യാറെന്ന മട്ടിനകത്ത് സത്യഭാമ നോക്കുന്നത്. പക്ഷേ നമ്മുടെ ശ്യാമയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ്, രോഹിതിന് എല്ലാവർക്കും ഹാപ്പി. പക്ഷേ എല്ലാവർക്കും ഒരു ചെറിയ സർപ്രൈസാണ്. കാരണം വിഷ്ണു എന്താണ് ഇങ്ങനെ പെരുമാറുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അപ്പം എല്ലാവരും അതിനകത്ത് നിൽക്കുമ്പോഴത്തേക്കും എന്നാൽ ഇനി കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേക്കിൻ്റെ കാര്യം തീരുമാനിക്കും. അപ്പം കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ കേക്ക് എടുത്തുകൊണ്ട് വരാൻ ശ്യാമ മേളിൽ പോയി വേണം കേക്ക് എടുക്കാൻ. അതിന് മുന്നേ തന്നെ ഈ മധുശ്രീ എന്താണ് ചിന്തിക്കുക, അയ്യോ ഇപ്പോഴത്തേക്കും കാർത്തിക് എവിടെ നിന്നാണ് കേക്കിനകത്ത് അപ്പോഴത്തേക്കും മരുന്ന് വെച്ച് കാണോ. അതിന് മുന്നേ തന്നെ ശ്യാമ പോയി കഴിഞ്ഞാൽ ഇവൾ പിടിപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന് ശാലിനിയുടെ മുന്നിൽ വെച്ച് എല്ലാം കൂടെ തീരുമല്ലോ. അപ്പോഴത്തേക്കും ഇന്ന് കട്ടയും പടലും എടുക്കേണ്ടി വരുന്നുണ്ട്. ഈ മധുശ്രീ പിടിച്ചിരിക്കുക, അവൾ വെച്ച് കാണുന്നുള്ള ടെൻഷൻ നിൽക്കുമ്പോഴത്തേക്കും കാർത്തിക് എന്താണ് കേക്കിൻ്റെ ബോക്സ് തുറന്ന് കേക്കിൻ്റെ അകത്ത് എവിടെ വെക്കാൻ നോക്കിയിട്ട് ലാസ്റ്റ് ചെറിയുടെ അകത്ത് തന്നെ വെക്കുവാണ് ഈ പറയുന്ന ടാബ്ലറ്റ്. എന്നിട്ട് ചിന്തിക്കുക, ശാലിനി എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഹർഷനുമായിട്ട് ജീവിക്കാനായി ഇത്രമാത്രം ആഗ്രഹിച്ച ജീവിതം ഇതിനകത്ത് വെക്കാനൊന്നും എനിക്ക് അത്രയ്ക്ക് പറ്റത്തില്ല. ഞാൻ അത്രമാത്രം ഹർഷനെ സ്നേഹിക്കുന്നു, ഒരുമിച്ച് ജീവിക്കാൻ അത്രയും കൊതിച്ചതാണ്. അതൊരു മലപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലൊന്നും ആക്കിക്കളയാൻ എനിക്ക് പറ്റില്ല. എൻ്റെ കൈ വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം ശാലിനി എന്നിട്ട് ശാലിനിയെ കൊല്ലാനായിട്ട് അത് ചെറിക്കകത്ത് തന്നെ ആ ഒരു ടാബ്ലറ്റിന് എന്താണ് ഒളിപ്പിച്ച് വെക്കുകയാണ് മധുശ്രീ പറഞ്ഞ അനുസരിച്ച് ഈ കാർത്തിക. അപ്പം കാർത്തിക ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ അത് ചെയ്യാൻ ഒരു മടിയും കാണില്ല. അതിൽ തന്നെ നമുക്കറിയാം കാർത്തികയുടെ മനസ്സ് എത്രമാത്രം ആണെന്നുള്ള കാര്യമല്ല, അത്ര സെൽഫിഷ് ആയതുകൊണ്ടാണ്. വിഷ്ണു തനിക്ക് വേണ്ടി ഒരു ലൈഫ് കൊടുത്തിട്ടും വിഷ്ണു പല സന്ദർഭത്തിനകത്ത് എന്താണ് ശാലിനിയുടെ മുന്നിലൊക്കെ അത്ര സങ്കടപ്പെട്ടും ശാലിനിയുടെ മുന്നിൽ പോലും കാർത്തികയുടെ റിയാലിറ്റി പറഞ്ഞില്ല. കാരണം കാർത്തിക് എന്താണ് തൽക്കാലം താമസിക്കാനൊരു സ്ഥലം എന്ന രീതി. ഇന്നത്തോടെ എല്ലാവർക്കും മനസ്സിലായി കാർത്തിക് അങ്ങനത്തെ ഒരു ആത്മാർത്ഥതയില്ല, എക്സ്ട്രീംലി സെൽഫിഷ് ആയിട്ട് അത്ര ബിഹേവ് ചെയ്യുവാണ് കാർത്തിക്. അപ്പം കാർത്തിക് എന്താണ് ആ കേക്കിൻ്റെ അവിടെ ഇത് വെച്ച് കഴിയുമ്പോഴാണ് ശ്യാമ കറക്റ്റ് വന്നത്. ഇടീ കാർത്തിക് നീ എന്തോ ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്യാമയെ കണ്ടിട്ട് പേടിക്കും, ഇനി ഇവിടെങ്ങാനും ഞാൻ വെക്കുന്ന എങ്ങാനും കണ്ടോ എന്നാണ് കാർത്തികയെ പിടിച്ചിരിക്കുമ്പം നിന്നോട് ആര് പറഞ്ഞാൽ ഈ കേക്കിലൊക്കെ തൊടാൻ. അല്ല എനിക്ക് കേക്ക് കാണാൻ ഒരു കൊതി കൊണ്ട് ഞാൻ നോക്കിയതാണ്. കേക്ക് എന്താ കാശ് ബംഗ്ലാവ് അല്ല വന്നത് എടുത്ത് വെച്ച് കാണാൻ വേണ്ടിയിട്ട് എല്ലാം വലിച്ച് വാരി ഇട്ടിരിക്കുമോ മാറി, എനിക്കിത് ഇവിടെ കൊണ്ടുപോകാനുള്ളത് താഴേക്ക് വന്നിട്ട് ശ്യാമ എന്താണ് കാർത്തിക ഓടിച്ചിട്ട് നേരെ ഈ കേക്ക് എടുത്തുകൊണ്ട്, കാരണം എല്ലാം പൊതിയൊക്കെ അങ്ങ് ഇളക്കി കളഞ്ഞ് ഒക്കെ സെറ്റാക്കി ശ്യാമ നേരെ ആ കേക്കും കൊണ്ട് താഴെ വരും. അപ്പോൾ അതുവരയ്ക്ക് എന്താണ് രാഘവേട്ടൻ ചിന്തിക്കുവാണ്, ഈ കേക്ക് എടുക്കാൻ പോയി ഇവൾ ഇത്ര നേരം കൊണ്ട് കാണുന്നില്ല, അവൾ എന്താ കേക്ക് അവിടെ ഉണ്ടാക്കുമെന്നൊക്കെ രാഘവേട്ടൻ അവിടെ താഴെ ചിന്തിച്ച് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ കാർത്തിക വന്നില്ലല്ലോ എന്നുള്ള ടെൻഷനകത്ത് ഈ മധുശ്രീ ഭയങ്കര ടെൻഷൻ നിൽക്കുമ്പോഴത്തേക്കും കാർത്തിക ഇങ്ങനെ താഴെ ഇറങ്ങി. വിഷ്ണു ശാലിനിയും തമ്മിൽ കണ്ണെടുക്കാതെ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്നു. കൂടെ തന്നെ അവരെ രണ്ടുപേരെ കുട്ടികൾ നിൽക്കുമ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ അടുത്തല്ലേ മക്കൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം കൊണ്ട് നമ്മുടെ ശാലിനിക്ക് മറ്റൊന്നും ചുറ്റിനും ഒന്നും കാണുന്നില്ല. ശാലിനി അത് തന്നെ നോക്കി കണ്ണ് നിറഞ്ഞിരിക്കുന്നത് വിഷ്ണു പരസ്പരം അങ്ങോട്ടേക്ക് നോക്കുമെന്നൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കും കാർത്തിക ചോദിക്കും നീ വെച്ചോന്ന് ചോദിക്കുമ്പോഴത്തേക്കും കാർത്തിക വരുമ്പോഴത്തേക്കും മധുശ്രീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആ ഞാൻ വെച്ചു, എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്, കേക്കിൻ്റെ അകത്ത് ചെറി വെച്ചിട്ടുണ്ട്, ഇന്ന് ശാലിനിയുടെ കാര്യം തീർക്കുമെന്ന് പറഞ്ഞിട്ട് മധുശ്രീ എന്താണ് ശാലിനി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശാലിനി തന്നെ നോക്കി എന്താണ് നിൻ്റെ കാര്യം തീർന്നടി, നിൻ്റെ അവസാനത്തെ പരിപാടിയാന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി നിൽക്കുന്ന കാണിച്ചാണ് ഇനി അടുത്ത എപ്പിസോഡ് എൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സ് ആരും മറക്കണ്ട കേട്ടോ. ബൈ.